നമസ്കാരം. മുനരാഗി മിനുക്കുന്ന മലപ്പുറം കത്തികൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേരള രാഷ്ട്രീയത്തിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിൽ നിരാശനായി ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും തേടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പത്രിക നൽകി. മലപ്പുറത്തെ ലീഗ് കോട്ടയിൽ ജയം ഉറപ്പെങ്കിലും ഭൂരിപക്ഷം ഉയർത്തിയാലേ മത്സരത്തിന് തിളക്കമുണ്ടാകുകയുള്ളൂ. മലപ്പുറം പഴയ മലപ്പുറമല്ലെന്നും ലീഗ് പഴയ ലീഗ് അല്ലെന്നും കുറ്റിപ്പുറവും തിരൂരും താനൂരും തവനൂരും നിലമ്പൂരും മങ്കടയും പെരിന്തൽമണ്ണയും പൊന്നാനിയും ജില്ലയിൽ ചുവന്നിട്ടുണ്ടെന്നും ഒക്കെ ലീഗിനറിയാം. ടി കെ ഹംസയും പഴയ മഞ്ചേരിയിലെ വിജയവും മുന്നിലുണ്ട്. മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെരിന്തൽമണ്ണയിലും മങ്കടയിലും മാത്രമേ CPMന് കാര്യമായ ശക്തിയുള്ളൂവെങ്കിലും മത്സരത്തെ നിസ്സാരമായി കാണാൻ കുഞ്ഞാലിക്കുട്ടി ഒരുക്കമല്ല. ലീഗിൻ്റെ സമുന്നത നേതാവിനെതിരെ താരതമ്യേന പ്രമുഖരല്ലാത്തവരാണ് മത്സരിക്കുന്നത് എന്നതിനാൽ ആരോപണ പ്രത്യാരോപണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മാവേലിക്ക് ശേഷം നീയുള്ളോരോ മാളോരെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ജേതാവ്. വേരുപിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയാൽ സീറ്റേറിയാൽ സ്വന്തം കാര്യം സിന്ദാബാദ്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ഐക്യവും അതുപോലെ തന്നെ ജനാധിപത്യ ചേരിയുടെ നല്ലൊരു മുന്നേറ്റവും ഉണ്ടാവും. UDFന്റെ അത്രേ ഇപ്പം പറയാനുള്ളൂ. ഭൂരിപക്ഷത്തിന് മോശമൊന്നും ഉണ്ടാവില്ല. അത്രേ പറഞ്ഞു. ഓക്കെ. താങ്ക് യു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പിണറായി സർക്കാരിൻ്റെ വിലയിരുത്തൽ ആണെന്ന് പ്രഖ്യാപിച്ച് കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മലപ്പുറത്ത് LDF തോറ്റാൽ പിണറായി രാജിവെക്കണമെന്ന് UDF ഇനി ഉറപ്പായും ആവശ്യപ്പെടും. സാധാരണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ അല്ല എന്ന് പറഞ്ഞിരുന്നവരാണ് നായനാരെ പോലുള്ള മുൻ മുഖ്യമന്ത്രിമാർ. പിണറായി അതുപോലെ ഒരെണ്ണം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് കോടിയേരി സെൽഫ് ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. പാർട്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്ഥാനാർത്ഥി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഫൈസലാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അഡ്വക്കേറ്റ് MV ഫൈസൽ. ക്ഷത്രിയനല്ലേ? പറ്റില്ല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? വന്നോട്ടെ. 10 മാസക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം, അതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ്. നീ എന്നെ കൊന്നോടാ. മേലുധരിപ്പ് ചടപട ചങ്കുമിടിപ്പ് അടുത്തു കഴിഞ്ഞുവല്ലോ തിരഞ്ഞെടുപ്പ്. ആരു ഭരിക്കും നാടിനെ ആര് മുടിക്കും? തിരിച്ചും മറിച്ചും ഒരു നറുക്കെടുപ്പ്. വോട്ടെല്ലാം പെട്ടിയിൽ വന്നാൽ വോട്ടെണ്ണി പാസ്സായെന്നാൽ വാഗ്ദാനം ചാക്കിൽ കെട്ടി കാണാത്ത കോണിൽ തള്ളി മറച്ചു പിടിച്ചു ചിരിക്കും നീയും. നല്ല പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഒരു ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുക. അതിൽ ഒന്നാമതായി ദേശീയ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുക. അതുപോലെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ ഈ കേരളത്തിലെ കഴിഞ്ഞ 10 മാസക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ പൊതുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനായിട്ട് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ കോടിയേരി ഇത് പറയാൻ നിർബന്ധിതനായതാണ്. പുതുമുഖത്തെ നിർത്തി മലപ്പുറത്ത് സൗഹൃദ മത്സരത്തിന് കളമൊരുക്കിയത് പുറത്തറിഞ്ഞപ്പോൾ തലയൂരിയതാണത്രേ. 100% അപ്രസക്തനായ മലപ്പുറം ജില്ലയുടെ
മിക്കവാറും ഒരു നിയോജക മണ്ഡലങ്ങളിലും പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയിട്ടുള്ളത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കൂട്ടുകെട്ടുകൾ അവരൊരു സൗഹൃദ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ സൗഹൃദ മത്സരം മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ നിരാകരിക്കും. AN രാധാകൃഷ്ണന്റെ പാർട്ടിയും സംസ്ഥാന നേതാക്കളെ മത്സരിക്കുന്നതിന് പകരം ജില്ലാ നേതാവിനെ മത്സരിപ്പിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. BJP ബാന്ധവത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിൽക്കുന്ന BDJSന്റെ പിന്തുണ മലപ്പുറത്ത് BJP സ്ഥാനാർത്ഥിക്ക് ഇല്ല. ഇനി മലപ്പുറത്തെങ്ങാൻ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ സാധാരണ മീശ വയ്ക്കാത്ത വെള്ളാപ്പള്ളി മീശ വയ്ക്കുമെന്ന് കുമ്മനത്തെ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. BJP ചർച്ച ചെയ്ത് അവർ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ അവരുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നു ഒരാളെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ NDA എന്ന് പറഞ്ഞ് നിൽക്കുകയും BJP ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ നയം ഒരിക്കലും ശരിയല്ല. കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് നിശ്ചയിക്കേണ്ടത് BJP ആണ്. BJP അതങ്ങനെ ചർച്ച ചെയ്തു. ആ വിവരം NDAയുടെ ഘടകകക്ഷികളെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കളി തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. NDA എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ? NDA എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇത് തനിപ്പിടിയായിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ ഇവിടുത്തെ ഘടകം, പ്രത്യേകിച്ചും കേരള ഘടകം പ്രവർത്തിക്കുന്നു എന്നുള്ളത് 100 തെളിവ് നമുക്ക് തരാൻ സാധിക്കും. കേരളത്തിലെ NDA സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്പരം സംസാരിച്ച് ഒരു സമവായത്തിൽ എല്ലാ കാര്യങ്ങളും എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അവരോട് സഹകരിക്കാൻ കൊള്ളുകയില്ലെന്നാണ്. അത് അവരുടെ ഘടകകക്ഷികളാണ് സഹകരിക്കണം വേണ്ടത് തീരുമാനിക്കുക. SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് BJPയുടെ ഈ നയത്തിന് ഒരു പ്രതിഷേധമെന്ന നിലയിൽ SNDP യോഗ പ്രവർത്തകരാരും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് മലപ്പുറത്ത് നിന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് ആർക്കും അമിത്ഷായെ വഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ചർച്ച ചെയ്യട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വവുമായി ചർച്ച ചെയ്യട്ടെ. അത് വളരെ സ്വാഗതാർഹമായ നടപടിയാണ്. BJP ജയിക്കുമെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. തന്നോട് ഉണ്ടോ അവർക്കത്? അങ്ങനെ തെളിയിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ ഞാൻ ഈ രണ്ടാമതും മീശ വെക്കാൻ തുടങ്ങാം. ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ, അലോപ്പതി വേണോ, ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട. ചാലക്കുടി പുഴയും അതിരപ്പള്ളി പദ്ധതിയും വൈദ്യുതി മന്ത്രി മണിയാശാന്റെ മനസ്സിൽ ഒരു മൊഞ്ചത്തിയായും വമ്പത്തിയായും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. മറന്നുകളയാനും വിട്ടുകളയാനും കഴിയുന്നില്ല. മധുരിച്ചിട്ട് തുപ്പാനും എതിർപ്പിൻ്റെ കയ്പ് കാരണം ഇറക്കാനും വയ്യാത്ത അവസ്ഥ. CPIക്ക് എതിർപ്പാണെങ്കിലും പദ്ധതി പരിഗണനയിൽ തന്നെ. വനമുണ്ടായിട്ടാണോ അറബിക്കടലിൽ മഴ പെയ്യുന്നത് എന്ന് പണ്ട് സീതി ഹാജി ചോദിച്ചതുപോലെ അതിരപ്പള്ളി വനം കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ചോദിക്കാനും മണിയാശാന് മടിയില്ല. അതിരപ്പള്ളി പദ്ധതിയൊക്കെ സജീവമായ പരിഗണനയിലുണ്ട്, പക്ഷേ നടക്കുകയല്ലോ ഇപ്പോൾ. അതല്ലേ പ്രശ്നം. കേന്ദ്ര അനുമതിയുണ്ട്, എല്ലാവരും കൂടി അംഗീകരിക്കുകയാണ്, സമവായം ഇക്കാര്യത്തിലുണ്ടാകുകയാണ്, നടപ്പിലാക്കാവുന്നതാണ്. നടപ്പിലാക്കാൻ 163 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കേരളത്തിന് കിട്ടും. കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊലുസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു അമ്പത്തി കൂന്താലി പുഴയൊരു അമ്പത്തി. ആദിവാസികളുടെ വനാവകാശ നിയമം ഒന്നുമല്ല പ്രശ്നം. ചുമ്മാ കുറേ ആളുകൾക്ക് അത് സംബന്ധിച്ച് ഓരോ ധാരണകളുണ്ട് ഓരോരുത്തർക്കും. അതാണ് പ്രശ്നം. കാഴ്ചപ്പാടിൻ്റെയാണ് പ്രശ്നം. ആ കാഴ്ചപ്പാടിൽ മാറി ചിന്തിച്ചാൽ നമുക്ക് നല്ലതാണ്. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും നിലപാടായിരിക്കാം. പദ്ധതി നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കുന്നത് LDF ആണ്. CPIയുടെ നിലപാട് എന്നൊരു നിലപാടില്ലല്ലോ. LDFിൻ്റെ നിലപാടാണ് ഇവിടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ആ LDFിൻ്റെ
പ്രകടന പത്രികയിൽ ആതിരപ്പള്ളി എന്നൊരു വാക്കുപോലും ഇല്ല. ആ ഒരു വനം കൊണ്ടാണല്ലോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. അതൊന്നും എനിക്ക് ആ വാദത്തിനോടൊന്നും യോജിപ്പില്ല. ഇനിയിപ്പോൾ എന്നെ കയറ്റി നിങ്ങൾ ആവശ്യമില്ലാത്ത പിടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഓവർസീർ സുഗുണൻ സാർ, അതിരപ്പള്ളി പദ്ധതി ഉടനെ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് താമസം വരും. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 2 മിനിറ്റ് താമസം വരും. അതുവരെ ചേട്ടൻ പുറത്ത് വെയിറ്റ്. അല്ല, ഒരു സംശയം, അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? കബീറേ, പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലൻ കുരങ്ങിനറിയാം കേറി 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 പോകാൻ. കേറി പോകും. ഏതായാലും ഞങ്ങൾ നടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അത് ഉപേക്ഷിക്കുന്ന പ്രശ്നവും ഇല്ല. അത് അങ്ങനെ അജണ്ടയെ കിടക്കട്ടെ. എപ്പോഴേലും അജണ്ട ഓപ്പൺ ചെയ്യാൻ പറ്റുമ്പം ഭാവിയിൽ ആരെങ്കിലും ഓപ്പൺ ചെയ്യട്ടെ. ഇപ്പം മാണി സാറ് കണ്ടില്ലേ, പിന്തുണ പറഞ്ഞില്ലേ, സമൂഹമാകാം. അപ്പം പിന്നെ മറ്റുള്ളവർക്ക് ഒരു പുനർചിന്തനം വന്നാൽ അത് പിന്നെ നല്ലതല്ലേ. ജലവൈദ്യുതി പദ്ധതി എന്ന് പറയുമ്പോൾ ചിലർ പറയും സോളാർ എന്ന്. സോളാർ എന്ന് കേട്ടാൽ തെറ്റിദ്ധരിക്കേണ്ട, സോളാർ വൈദ്യുതി അതൊന്നും നമുക്ക് പറ്റിയ ഏർപ്പാടല്ലെന്ന് മന്ത്രിയും. ഇന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് ആതിരപ്പള്ളി വേണ്ട, അതിന് സോളാർ മതി. അദ്ദേഹം അത് വേണ്ടതെന്ന് പഠിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ സോളാർ വലിയ ചിലവുള്ളതാണ്. പിന്നെ ഒന്നുമില്ല, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് സോളാർ ഉൽപ്പാദിപ്പിച്ചാൽ 6 രൂപയിൽ കൂടുതലെങ്കിലും ഒരു യൂണിറ്റിനാവും അത് സോളാറിന്. ഇത് ജലവൈദ്യുത പദ്ധതിയാണെങ്കിൽ വളരെ ചെറിയ പൈസയാവുള്ളൂ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ. അതുകൊണ്ടാണ് വൈദ്യുതി ചാർജ് ഇവിടെ കുറവുള്ളതും ഒക്കെ അതുകൊണ്ടാണ്. കാട്ടിൽ മൃഗങ്ങളുടെ വെള്ളം കൂടി മുട്ടുന്നതിൽ മാത്രമാണ് മൃഗസ്നേഹികൾക്ക് സങ്കടം എന്ന് മന്ത്രി. അവിടെ വെള്ളമില്ലെങ്കിൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങുമെന്ന കാര്യം മന്ത്രിക്ക് അറിയരുതോ? എങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുക്കാം, വൈദ്യുതി വരൾച്ചയിൽ കുടിവെള്ളം എത്തിക്കാം എന്ന് ഗൗരവമായി ചിന്തിക്കുക. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ കാട്ടുമൃഗങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും, ആനയ്ക്ക് എങ്ങനെ വെള്ളം, കടുവയ്ക്ക് എങ്ങനെ വെള്ളം, കുരങ്ങിനെങ്ങനെ വെള്ളം എന്നും പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. ഈ മനുഷ്യൻ്റെ വെള്ളത്തിൻ്റെ കാര്യം ചിന്തയില്ല. വെള്ളവും പറയാൻ കൊള്ളുമോ നമുക്ക്? വെള്ളം പറഞ്ഞാൽ നമ്മൾ അതൊക്കെ വലിയ പ്രമുഖരായ ആളുകളാണെന്ന്. അതല്ലേ രസം. വരാൻ പോകുന്ന വൈദ്യുതി ക്ഷാമം കണക്കിലെടുത്ത് വൈദ്യുതി വകുപ്പിനും ബോർഡിനും വേണ്ടി മന്ത്രി നൽകുന്ന ബോധവൽക്കരണാഹ്വാനം. ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും പറയണം. ഒന്ന്, വൈദ്യുതി പാഴാക്കരുത്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വൈദ്യുതി ഉപയോഗിക്കാതിരുന്നാൽ കേരളീയർ മുഴുവൻ ചെയ്താൽ അതിൻ്റെ ഗുണമുണ്ട്. ഒരുപാട് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് ലാഭമായിരിക്കും. അതുകൊണ്ട് വൈദ്യുതി പാഴാക്കാതെ, വൈദ്യുതി ദുർവിനിയോഗം ചെയ്യാതെ എല്ലാവരും ജാഗ്രത പാലിക്കണം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ജയിലിൽ നോ വേക്കൻസി. നിന്റെ പേര് തന്നെ വീഴും. മഹി ഗുണശേഖരൻ എന്നാണ് പേര്. മൂന്നാറാണ് വീട്. ശിക്ഷാ കാലാവധി കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന നില തന്നെ സ്വീകരിക്കും. ഞാൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്.